ആ ഒരു സന്ദർഭത്തില് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിലല്ല എന്ന്. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹായ്! ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുവാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റോ ഒരു മോട്ടിവേറ്ററോ അല്ല. ഐ എം എ ഹ്യൂമൻ ബീയിങ് ജസ്റ്റ് ലൈക്ക് യു ഓൾ. നമസ്കാരം. മൈ നെയിം ഈസ് അഞ്ജലി ആൻഡ് ഐ എം ഫ്രം തൃശ്ശൂർ. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ആ ഒരു മെന്റൽ പീസ് തിരിച്ച് കൊണ്ടുവന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളും ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണല്ലേ. അപ്പോൾ നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ അത് നമ്മുടെ ഫിസിക്കലി നമ്മളെ ബാധിക്കുകയും ചെയ്യും. മൈൻഡ് എപ്പോഴും ഓക്കെ ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഫിസിക്കലിയും ഓക്കെ ആയിട്ടിരിക്കുകയുള്ളൂ. എനിക്ക് ഒരുപാട് സ്ട്രെസ് നൽകുന്ന ഇൻസിഡൻസിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിലല്ല എന്ന്. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി മെൻ്റലി ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എൻ്റെ മൈൻഡ് തീരെ എൻ്റെ കൺട്രോൾ വിട്ട് പോകുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ് സംവൺ. ആരെങ്കിലുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഇപ്പോൾ നമ്മൾ പാതി വഴിയിൽ നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞു കാര്യം ആയിക്കോട്ടെ, അത് നമ്മൾ വീണ്ടും ചെയ്തു തുടങ്ങുക. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പകുതി ഭാരം നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യമുണ്ടല്ലേ. മൈൻഡ് ഓക്കെ ആവാണ്ട് നമുക്ക് ഒരിക്കലും ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ആക്ട് ചെയ്യാം, നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആണ്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരിക്കലും മൈൻഡ് ഓക്കെ അല്ലാണ്ട് നമുക്ക് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്ന പോലെ എളുപ്പമല്ല ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഡെപ്ത് എത്രയാണ് അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ. അതായത് ഞാൻ മുഴുവനായിട്ട് ഇമോഷണലി നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളൊരു കാര്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആവശ്യമില്ലാത്തടത്ത് പോയിട്ട് കരയാതിരിക്കുക. അതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് കരയാം അല്ലേ. നമ്മൾ ചെയ്യുന്നത് ഒട്ടും തെറ്റുള്ള കാര്യമല്ല. കരയണം, ചിരിക്കണം, നമുക്ക് ഇമോഷൻസ് എല്ലാം നമ്മൾ പ്രകടിപ്പിക്കണം. പക്ഷേ നമ്മൾ കരയുന്നത് ആവശ്യമില്ലാത്തൊരു സ്പേസിലാണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവരും വേണം അല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ സോ അവിടേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ വാല്യൂ ചെയ്യുന്നവരുണ്ടാകും. 1-2 പേരായിരിക്കും, ചിലപ്പോൾ ഒരാളായിരിക്കാം. അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അതായത് തീരെ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം വരുമല്ലോ, എനിക്കിത് ഷെയർ ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ടൈമിൽ അത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്നാൽ ഇമോഷണലി ഓവർ ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക. അങ്ങനെ ഡിപ്പെൻഡൻസി വന്നു കഴിയുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് പിന്നെ ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് അധികം ഇമോഷണലി ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്തരത്തിലുള്ള ആളുകളായിരിക്കണം, നമ്മളെ മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും ശ്രമിക്കുന്ന അത്തരം ആളുകളിലേക്ക് നമ്മുടെ ആ ഒരു ചെറിയ രീതിയിലുള്ള ഇമോഷണൽ ഡിപ്പെൻഡൻസ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള, ഞാൻ ഫുള്ളായിട്ട് എല്ലാത്തിൽ നിന്നും റിക്കവർ ആയി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിത്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് സ്നേഹിക്കാം. ഐ ആം ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഐ എം ദ സ്ട്രോങ്ങസ്റ്റ് എന്നൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കാം. അതന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം,
ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പതിയെ നമ്മുടെ മൈൻഡിനെ ഓക്കെ ആക്കിയിട്ടെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മൈൻഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പതിയെ റിക്കവർ ചെയ്ത് കൊണ്ട് വന്നിട്ടുള്ളത്. ഞാൻ മുഴുവനായിട്ട് അതിൽ നിന്ന് റിക്കവർ ആയി എന്നൊരിക്കലും പറയില്ല. പക്ഷേ ഇതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ. മേ ബി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. അപ്പോൾ ബൈ, ലവ് യു ഓൾ.